الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അദ്കാറു സബാഹി വൽ മസാ, രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ടുന്ന ദിക്ർ ദുആകളെ സംബന്ധിച്ചാണ് നാം മനസ്സിലാക്കുന്നത്, പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്. ഇമാം തബറാനി അദ്ദേഹത്തിന്റെ അൽ മുഅ്ജമുൽ കബീറിലും അബൂദാവൂദ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സുനനിലും ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, അൻ അബി മാലിക് അൽ അശ്അരി റളിയല്ലാഹു തആല അൻ, അബൂ മാലിക് അൽ അശ്അരി റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു, ഇദാ അസ്ബഹ അഹദുക്കും ഫൽയഖുൽ, നിങ്ങളിൽ ഒരാൾ രാവിലെയായാൽ ഇങ്ങനെ പറയട്ടെ. ഇദാ അസ്ബഹ അഹദുക്കും ഫൽയഖുൽ, രാവിലെയായാൽ ഇങ്ങനെ പറയട്ടെ. എന്താ പറയേണ്ടത്? അസ്ബഹന, ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു. വ അസ്ബഹൽ മുൽക്കു ലില്ലാഹി റബ്ബിൽ ആലമീൻ. വ അസ്ബഹൽ മുൽക്കു, ആധിപത്യമായിരിക്കുന്നു. ആർക്ക്? ലില്ലാഹ്, അല്ലാഹുവിന്. റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹുവിന്. അപ്പോൾ അസ്ബഹന വ അസ്ബഹൽ മുൽക്കു ലില്ലാഹി റബ്ബിൽ ആലമീൻ, ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു, സകല ആധിപത്യവും ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ആയിരിക്കുന്നു. ഇവിടെ ഇങ്ങനെ പറയുമ്പോൾ അതിൽ രണ്ട് ആശയങ്ങളുണ്ട് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. അതിലൊന്ന്, പ്രപഞ്ചത്തിന്റെ ആധിപത്യം, ആകാശഭൂമികളുടെയും അവയ്ക്കിടയിലുള്ളതിന്റെയും എല്ലാ നിലക്കുമുള്ള ആധിപത്യം അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാകുന്നു. ഇത് അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തത്, അതുകൊണ്ട് തന്നെ ഇന്നത്തെ പ്രഭാതത്തിൽ ഞാൻ എന്റെ റബ്ബിന്റെ അടിമയാണ്, എന്റെ ആധിപത്യവും അല്ലാഹുവിനാണ്. ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്, ഞാൻ അല്ലാഹുവിന്റെ മിൽക്കിൽപ്പെട്ടതാണ്, അവന്റെ ഉടമസ്ഥതയിൽപ്പെട്ടതാണ് ഞാൻ എന്ന വ്യക്തി. അതുകൊണ്ട് എന്റെ ഇഷ്ടങ്ങൾ, എന്റെ താല്പര്യങ്ങൾ എല്ലാം ഞാൻ അല്ലാഹുവിന് സമർപ്പിക്കണം. എന്റെ ജീവിതത്തെ ഞാൻ അല്ലാഹുവിന് സമർപ്പിക്കണം. കാരണം ആധിപത്യം മുഴുവൻ അല്ലാഹുവിനാണെങ്കിൽ എന്റെ കാര്യത്തിലുള്ള ആധിപത്യവും അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാണ്. അതുകൊണ്ട് പടച്ച റബ്ബിനെ അനുസരിക്കുന്ന ഒരു യഥാർത്ഥ അടിമയായി ഞാൻ മാറണം എന്ന് രാവിലെ തന്നെ മനസ്സിൽ നിശ്ചയിക്കലാണത്. അതാണ് അസ്ബഹന വ അസ്ബഹൽ മുൽക്കു ലില്ലാഹി റബ്ബിൽ ആലമീൻ. ലോകരക്ഷിതാവായ, ലോകങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവിനാണ് ആധിപത്യം. അതുകൊണ്ട് ഞാൻ എന്റെ ജീവിതത്തെ ആ റബ്ബിന് സമർപ്പിച്ചിരിക്കുന്നു. ഇങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇങ്ങനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ, പിന്നെ വിശ്വാസികളിൽ ഉണ്ടാകുന്ന സ്വാഭാവികമായ കാര്യം, എല്ലാത്തരം ഭയപ്പാടുകളിൽ നിന്നും അവർ അന്നത്തെ ദിവസം മുക്തരായിരിക്കും. കാരണം ഈ പ്രപഞ്ചത്തിന്റെ ആധിപത്യം ലോകരക്ഷിതാവായ അല്ലാഹുവിനാണെങ്കിൽ പിന്നെ ഞാൻ എന്തിനു ഭയപ്പെടണം? ആ റബ്ബിന്റെ അടിമയാണ് ഞാൻ അതുകൊണ്ട് അവനിൽ ഭരമേൽപ്പിക്കുന്നു. എന്റെ സങ്കടങ്ങൾ ഞാൻ അല്ലാഹുവിനോടെ പറയുകയുള്ളൂ. കാരണം ലോകരക്ഷിതാവ് അവനാണ്. അതുകൊണ്ട് ഞാൻ അല്ലാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ, അവനോട് മാത്രമേ ഞാൻ ഇസ്തിഗാസ ചെയ്യുകയുള്ളൂ, സഹായം തേടുകയുള്ളൂ. അവനോട് മാത്രമേ ഞാൻ ഇസ്തിആദ നടത്തുകയുള്ളൂ, അഭയം തേടുകയുള്ളൂ. അവനിൽ നിന്ന് മാത്രമേ ഞാൻ പ്രതീക്ഷിക്കുകയുള്ളൂ. കാരണം ഉടമസ്ഥത അവനിലാണെങ്കിൽ അവനിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടേ കാര്യമുള്ളൂ. അങ്ങനെ സൃഷ്ടികളെ ആശ്രയിക്കുന്നതിൽ നിന്ന് അയാൾ ആ ദിവസം മാറുകയും സ്രഷ്ടാവായ അല്ലാഹുവിനെ ആശ്രയിക്കുന്നതിലേക്ക് ഈ പറയുന്ന വാക്ക് അയാളെ എത്തിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇത് രാവിലെയും വൈകുന്നേരവും ചൊല്ലണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് വെറുതെ പഠിപ്പിക്കുന്നതല്ല, മറിച്ച് ഇതിലൊക്കെ വലിയ ആശയങ്ങളുണ്ട്. ലോകരക്ഷിതാവായ അല്ലാഹുവിന്റെ ആധിപത്യത്തെ അംഗീകരിക്കുന്നതോടുകൂടി എല്ലാ പ്രതീക്ഷകളും അല്ലാഹുവിൽ അർപ്പിക്കുന്നു. സൃഷ്ടികളെ ആശ്രയിക്കാതെ സ്രഷ്ടാവിനെ ആശ്രയിക്കുവാൻ അയാളെ അത് പ്രേരിപ്പിക്കുന്നു.
അപ്പോൾ ഈ കാര്യം നമ്മുടെ ശ്രദ്ധയിൽ വേണം. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിന്നീട് അവരിങ്ങനെ പ്രാർത്ഥിക്കട്ടെ, അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി, നിശ്ചയമായും ഞാൻ, അസ്അലുക, നിന്നോട് ചോദിക്കുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ആധിപത്യവും ഉടമസ്ഥതയും അള്ളാഹുവിനാണെങ്കിൽ പിന്നെ ആരോടാ ചോദിക്കേണ്ടത്? അള്ളാഹുവിനോടാണ് ചോദിക്കേണ്ടത്. അതുകൊണ്ട് റബ്ബേ, ഞാൻ നിന്നോട് ചോദിക്കുന്നു, വേറെ ആരോടും എനിക്ക് ചോദിക്കാനില്ല. അല്ലാഹുമ്മ ഇന്നി അസ്അലുക, അല്ലാഹുവേ, ഞാൻ നിന്നോട് ചോദിക്കുന്നു, ഖൈറ ഹാദൽ യൗം, ഈ ദിവസത്തിന്റെ എല്ലാ ഖൈറുകളും. അത് ദുനിയാവിലെ ഖൈറുമാണ്, ദീനിന്റെ ഖൈറുമാണ്, അഥവാ ആഖിറത്തിലേക്കുള്ള ഖൈറാണ്. അപ്പോൾ ഇന്നേ ദിവസത്തിലെ ദീനിന്റെയും ദുനിയാവിന്റെയും എല്ലാ ഖൈറുകളും, ഇവിടെ അസ്അലുക ഖൈറ ഹാദൽ യൗം മുത്ലഖനാണ് പറഞ്ഞിട്ടുള്ളത്, എല്ലാ നന്മകളും അതിലുണ്ട്. ഇങ്ങനെ പറഞ്ഞതിന് ശേഷം പിന്നെ പ്രത്യേകമായി ചില കാര്യങ്ങൾ എണ്ണി പറയുകയാണ്. അഥവാ ഖൈർ എന്ന് മൊത്തത്തിൽ പറഞ്ഞതിന് ശേഷം അതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇതിൽ പറയുന്നത് കാണാം. 5 കാര്യങ്ങൾ പ്രത്യേകം ചോദിക്കുകയാണ്. അതിൽ ഒന്നാമത്തത്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറ ഹാദൽ യൗമി ഫത്ഹഹു, ഈ ദിവസത്തിന്റെ എല്ലാ തുറവികളും നീ എനിക്ക് നൽകണമേ. ഫത്ഹ് എന്ന് പറഞ്ഞാൽ കെട്ടിക്കുടുക്കുകൾ ഇല്ലാതെയാവലാണ്, വാതിലുകൾ തുറക്കപ്പെടുകയാണ്. അറിവിന്റെ വാതിൽ, വിജ്ഞാനത്തിന്റെ വാതിൽ, ഗ്രാഹ്യതയുടെ വാതിലുകൾ, റഹ്മത്തിന്റെ വാതിലുകൾ, മറ്റു വിജയങ്ങൾ എല്ലാം അതിൽ ഉൾപ്പെടുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, മാ യഫ്തഹില്ലാഹു ലിന്നാസി മിൻ റഹ്മത്തിൻ, റഹ്മത്തിൽ നിന്ന് അള്ളാഹു എന്താണോ അവർക്ക് ഫത്ഹ് ചെയ്തു കൊടുക്കുന്നത്, തുറന്നു കൊടുക്കുന്നത്. അപ്പോൾ ഫത്ഹഹു, ഈ ദിവസത്തിന്റെ ഫത്ഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റഹ്മത്താണ് ഉദ്ദേശം. അതേപോലെ തന്നെ ഖുർആനിൽ കാണാം, വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനു വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വൽ അർദ്, പട്ടണവാസികൾ വിശ്വസിക്കുകയും അള്ളാഹുവിനെ ഭയപ്പെടുകയും ചെയ്താൽ ആകാശഭൂമികളുടെ ബറക്കത്തിന്റെ കവാടങ്ങൾ അവർക്ക് തുറന്നുകൊടുക്കും. ഉദ്ദേശം എന്താണ്? നല്ല മഴ, സമ്പൽ സമൃദ്ധി, നല്ല റിസ്ഖ്, ഉപജീവനം, അതും ഫത്ഹിൽപ്പെട്ടതാണ്. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നാ ഫതഹ്നാ ലക ഫത്ഹം മുബീന, താങ്കൾക്ക് വ്യക്തമായ വിജയം തന്നിരിക്കുന്നു. ആ ദിവസത്തിലെ വിജയം ഏതെല്ലാം വിഷയങ്ങളിലാണോ അതിലൊക്കെ പടച്ച റബ്ബേ എനിക്ക് വിജയിക്കാൻ കഴിയണേ, എന്റെ ബിസിനസ്സിൽ വിജയിക്കാൻ പറ്റണേ, പരീക്ഷയിൽ വിജയിക്കാൻ പറ്റണേ, ഇന്നൊരു മീറ്റിംഗ് ഉണ്ട്, അതിൽ എന്റെ ആവശ്യങ്ങൾ വിജയിച്ച് ലഭിക്കണേ. ഇങ്ങനെ തുടങ്ങി ആ ദിവസത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ വിജയങ്ങളും പടച്ച റബ്ബിനോട് തേടുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫത്ഹ് എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ തുറവിയാണ്. ഖുർആനും ഹദീസും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും മനസ്സിന് തുറവി ലഭിക്കുക എന്നുള്ളതാണ്. സൂറത്ത് മുഹമ്മദിൽ കാണാം, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, നിങ്ങൾ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ, അതല്ല ഹൃദയങ്ങൾ താക്കോലിട്ട് പൂട്ടിയിരിക്കുകയാണോ? ഹൃദയം താക്കോലിട്ട് പൂട്ടിയാൽ ഒന്നും മനസ്സിലാവൂല. അതുകൊണ്ട് അള്ളാഹു പറയുന്നത് തുറക്ക്, ഹൃദയം തുറക്കൂ. അതാണ് ഏറ്റവും വലിയ ഫത്ഹ്. നമ്മുടെ മനസ്സ് തുറന്നു കിട്ടണം. അലം നശ്റഹ് ലക സദ്റക്, ഹൃദയത്തിന് വിശാലത നൽകിയില്ലേ. അഫമൻ ശറഹ അല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാം, ഇസ്ലാമിലേക്ക് ഒരാളുടെ ഹൃദയത്തിന് അള്ളാഹു തുറവി നൽകിയാൽ, ഇല്ലെങ്കിൽ അള്ളാഹു മുദ്ര വെച്ച് കഴിഞ്ഞാലോ, കേൾക്കും കാണും, പക്ഷേ ശരിയായ നിലക്ക് കേട്ടും മനസ്സിലാക്കാൻ കഴിയില്ല, കണ്ട് മനസ്സിലാക്കാൻ കഴിയില്ല, ചിന്തിക്കാൻ കഴിയില്ല. ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സമഇഹിം വഅലാ അബ്സാരിഹിം ഗിശാവ, അവരുടെ കണ്ണുകളിലും കാതുകളിലും അടപ്പുണ്ട്, ഹൃദയത്തിനും ഒരു അടപ്പുണ്ട്. ഇത് തുറന്നു കിട്ടണം. ഇത് തുറക്കാത്തത് കൊണ്ടാണ് പലർക്കും ഒന്നും മനസ്സിലാവാത്തത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഫഇന്നഹാ ലാ തഅമൽ അബ്സാർ, കണ്ണുകൾക്കല്ല അന്ധത ബാധിക്കുന്നത്, വലാകിൻ തഅമൽ ഖുലൂബുൽ ലതീ ഫിസ് സുദൂർ, നെഞ്ചകത്തുള്ള ഹൃദയങ്ങൾക്കാണ് അന്ധത ബാധിക്കുന്നത്. അപ്പൊ ഹൃദയത്തിന്റെ അന്ധതയെ ഇല്ലാതാക്കിയിട്ട് ഫഹ്മിന്റെ, ഗ്രാഹ്യതയുടെ, വിജ്ഞാനത്തിന്റെ, അറിവിന്റെ വാതിലുകൾ തുറന്നു തരാനും അതിൽ ബറക്കത്ത് ലഭിക്കാനുമുള്ള തേട്ടമാണത്. അപ്പൊ ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വേർഡാണ് ഫത്ഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നി ഊതീതു ജവാമി അൽ കലിം, അള്ളാഹു എനിക്ക് ജവാമിഉൽ കലിം നൽകിയിട്ടുണ്ട്. ഒറ്റ വാക്കായിരിക്കും പറയുക, പക്ഷെ ആ വാക്കുമായി ബന്ധപ്പെട്ട് ഒരുപാട് നിങ്ങൾക്ക് മനസ്സിലാക്കാനുണ്ടാവും. അതാണ് അതിന്റെ അർത്ഥം.
അപ്പോൾ ഈ ദുആ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഇതൊക്കെ കടന്നു വരണം. രണ്ടാമത്തത് വനസ്റഹു, അല്ലാഹുവേ ഈ ദിവസത്തിലെ എല്ലാ സഹായവും ഞാൻ നിന്നോട് തേടുന്നു. ഏറ്റവും പ്രധാനം വൻസുർന അലൽ ഖൗമിൽ കാഫിരീൻ, സത്യനിഷേധികൾക്കെതിരിൽ ഞങ്ങളെ നീ സഹായിക്കണേ റബ്ബേ. കാരണം സത്യനിഷേധികൾ ശാരീരികമായും വിശ്വാസികളെ ഉപദ്രവിക്കാൻ ശ്രമിക്കും, ആദർശപരമായും. രണ്ട് നിലക്കും. ഇസ്ലാമിനെ പരിഹസിക്കുക, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിക്കുക, ഖുർആനിനെ പരിഹസിക്കുക, മുസ്ലിമീങ്ങളെ പരിഹസിക്കുക. ഇങ്ങനെ ആദർശപരമായിട്ട് മുസ്ലിമീങ്ങളെ ഉപദ്രവിക്കും. അവിടെ അവർക്കെതിരിൽ വ്യക്തമായ വിജയം ആദർശം കൊണ്ട് നേടാൻ നീ സഹായിക്കണേ റബ്ബേ. അതാണ് ഏറ്റവും വലിയ സഹായം. അതിനു പുറമെ നമുക്കൊരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടാകും. ആളുകളെ കൊണ്ടുണ്ടാകും, ഗ്രൂപ്പുകളെ കൊണ്ടുണ്ടാകും, കുടുംബത്തിലുണ്ടാകാം, അയൽവക്കത്തുണ്ടാകാം. അവർക്കെതിരിലൊക്കെ ഹക്ക് കൊണ്ട് വിജയിക്കാൻ സഹായിക്കണേ റബ്ബേ. അതാണ് നസ്ർ, സഹായം. അതേപോലെ തന്നെ ജീവിതത്തിലുടനീളം ദുനിയാവിന്റെ കാര്യത്തിലും ദീനിന്റെ കാര്യത്തിലും പടച്ച റബ്ബേ നിന്നിൽ നിന്നുള്ളൊരു മഊനത്ത്, ഒരു സഹായം ഞങ്ങൾക്ക് വേണം. അതാണ് നസ്ർ, സഹായം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. പടച്ച റബ്ബേ നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായത്തിന് വേണ്ടി തേടുന്നത്. അതുകൊണ്ട് പടച്ച റബ്ബേ എല്ലാ രംഗത്തും നിന്റെ സഹായം വേണമേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങളുടെ ചെരുപ്പിന്റെ വള്ളി പൊട്ടിപ്പോയാൽ വരെ നിങ്ങൾ പടച്ച റബ്ബിനോട് സഹായം തേടണമെന്നാണ്. അത് നേരെയാക്കാൻ അള്ളാഹു സഹായിച്ചിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് അത് നേരാക്കാൻ പറ്റുക? എന്ത് ചെറിയ കാര്യവും അള്ളാഹുവിന്റെ സഹായത്തോടു കൂടിയേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ കുപ്പായത്തിന് ഒരു കുടുക്ക് വെക്കുന്നത് പോലും അള്ളാഹുവിന്റെ സഹായമില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. പടച്ച റബ്ബിന്റെ തൗഫീഖ് വേണം. അതുകൊണ്ട് റബ്ബേ ഇന്നേ ദിവസത്തിലെ എല്ലാ സഹായവും നിന്റെ ഭാഗത്തു നിന്നുണ്ടാവണം. ഞാൻ കുടുങ്ങിപ്പോകുന്ന ഒരവസ്ഥ ഉണ്ടാവരുതേ. അതാണ് വനസ്റഹു, ഈ ദിവസത്തിലെ മുഴുവൻ സഹായങ്ങളും നീ എനിക്ക് ഖദറാക്കണേ റബ്ബേ. മൂന്നാമത്തത് വനൂറഹു, ഈ ദിവസത്തിന്റെ നൂറ് അഥവാ ഈമാനും അമാനത്തുമാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഈമാനും അമാനത്തും ആളുകളുടെ ഹൃദയങ്ങളിൽ നിന്ന് എടുക്കപ്പെടുന്ന, ചിലർക്ക് അല്ലാഹു ഇത് സിയാദത്തായി നൽകും, ചിലരിൽ നിന്ന് അല്ലാഹു ഇത് എടുത്തു കളയും. അമാനത്ത് എടുക്കപ്പെടുമെന്നാണ്. ഏറ്റവും ആദ്യം ഇറങ്ങിയത് അമാനത്താണ്, ഏറ്റവും ആദ്യം എടുക്കപ്പെടുന്നതും അമാനത്താണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അമാനത്ത് മനസ്സിൽ നിന്ന് ഉയർത്തപ്പെടും. സത്യവിശ്വാസത്തിന്റെ നൂറ് ഓരോ ദിവസവും നമുക്ക് ഖദറാക്കിയ നൂറ് നമുക്ക് കിട്ടണം. റബ്ബിനോട് തേടണം. എല്ലാ ദിവസവും ഈമാനിൽ വർധനവുണ്ടാവാനുള്ള കാര്യങ്ങൾ ചെയ്യണം. അൽ ഈമാനു യസീദു വയൻഖുസു, ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യുന്നതാണ്. അതിലെ വർധനവ്, നൂറ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. യുഖ്രിജുഹും മിനൽ ളുലുമാതി ഇലൻ നൂർ, അന്ധവിശ്വാസത്തിന്റെ, ബഹുദൈവാരാധനയുടെ, ഖുറാഫാത്തിന്റെ, ബിദ്അത്തിന്റെ അന്ധകാരങ്ങളിൽ നിന്ന് തൗഹീദിന്റെ, സ്വച്ഛമായ വിശ്വാസത്തിന്റെ പ്രകാശത്തിലേക്ക്. അവമൻ കാന മൈതൻ ഫഅഹ്യൈനാഹു വജഅൽനാ ലഹു നൂറൻ യംശി ബിഹി ഫിന്നാസ്. ഒരാൾ മരിച്ചു കിടക്കുകയായിരുന്നു, ആത്മാവ് മരിച്ചു കിടക്കുകയായിരുന്നു. അള്ളാഹു നൂറ് നൽകി, അഥവാ ഈമാൻ നൽകി. അപ്പോൾ ആ വ്യക്തിയത മറ്റുള്ളവർക്കിടയിൽ ജീവനുള്ള ആളായി മാറിയിരിക്കും. അതുകൊണ്ട് നൂറ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈമാനാണ്, സത്യവിശ്വാസമാണ്, ഇഖ്ലാസാണ്. ഈ ഇഖ്ലാസിലും ഈമാനിലും അമാനത്തിലുമുള്ള വർധനവിനെ നമ്മൾ എല്ലാ ദിവസവും തേടിക്കൊണ്ടിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ചില ആളുകൾ ഇന്നലെ വൈകുന്നേരം വരെ ഈമാനിലായിരുന്നു, രാവിലെ ആയപ്പോഴേക്ക് ഈമാനൊന്ന് പുറത്തുപോയി. രാവിലെ ഈമാനിലുള്ള ആൾ വൈകുന്നേരം ഈമാനൊന്ന് പുറത്തുപോയി. അതുകൊണ്ട് റബ്ബിനോട് രാവിലെയും വൈകുന്നേരവും ചോദിക്കണം. രാവിലെയും ചോദിക്കണം, വൈകുന്നേരവും ചോദിക്കണം. എന്ത്? ഈ ദിവസത്തിന്റെ നൂറിനെ, പ്രകാശത്തെ, ഈമാനിനെ, ഇൽമിനെ നീ എനിക്ക് നൽകണമേ. നാലാമത്തത് വബറകതഹു, ഈ ദിവസത്തിന്റെ ബറക്കത്തിനെ നീ നൽകണേ റബ്ബേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഈ ഉമ്മത്തിന്റെ ബറക്കത്ത് എല്ലാ ദിവസവും രാവിലെയാണ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. ഇപ്പൊ രാവിലെ ഉള്ള സമയം പ്രത്യേകം ബറക്കത്ത് ലഭിക്കുന്ന സമയമാണ്. ആ സമയത്തിന്റെ ബറക്കത്ത് നേടിയെടുക്കാൻ സാധിക്കുക. ഭക്ഷണത്തിലേക്ക്, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ റിസ്ഖിലേക്ക് ബറക്കത്ത് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ വിശ്വാസികൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും ബറക്കത്ത് ഇറങ്ങുന്നുണ്ട്. ഈ ബറക്കത്ത് തടയപ്പെടാതെ ആ ഒരു ദിവസം എനിക്ക് നിശ്ചയിക്കപ്പെട്ട എല്ലാ ബറക്കത്തുകളും നൽകണമേ. നന്മയിലുള്ള സിയാദത്താണ് ബറക്കത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് വളരെ കുറച്ചാണെങ്കിലും കൂടുതൽ അനുഭവപ്പെടും. അതാണ് ബറക്കത്ത്. കുറച്ചാണെങ്കിലും കൂടുതൽ അനുഭവപ്പെടും. അതിനാണ് ബറക്കത്ത് എന്ന് പറയുന്നത്. നബിയുടെ ജീവിതത്തിലും സഹാബത്തിന്റെ ജീവിതത്തിലുമൊക്കെ അത് ധാരാളം കാണാൻ സാധിച്ചിരുന്നു.
വളരെ കുറഞ്ഞ ഭക്ഷണം. പക്ഷേ മുഴുവൻ സഹാബികളും വന്നു കഴിച്ചിട്ടും അതിൽ ബാക്കിയായിരുന്നു ഭക്ഷണം. എങ്ങനെ സംഭവിച്ചു? അത് ബറക്കത്താണ്. നമുക്ക് നമ്മുടെ വീടുകളിലൊക്കെ ചിലപ്പോൾ അനുഭവം ഉണ്ടാവും. കുറച്ച് ഭക്ഷണം ഉണ്ടാവും, കൂടുതൽ ആളുകൾ വരും. എന്ത് ചെയ്യും? റബ്ബിനോട് ദുആ ചെയ്യുന്നു. പക്ഷേ അവരെല്ലാം വയറ് നിറച്ച് കഴിച്ചാലും ഭക്ഷണം അവിടെ ഉണ്ടാകും. ഇങ്ങനെ അള്ളാഹുവിന്റെ ബറക്കത്ത് നമുക്ക് ആവശ്യമുണ്ട്. ചിലർക്ക് വളരെ കുറഞ്ഞ സാലറി, ചിലർക്ക് വളരെ വലിയ സാലറി. വലിയ സാലറി വാങ്ങുന്ന ആൾക്ക് എന്നും പ്രാരാബ്ധമേ പറയാനുള്ളൂ. ചെറിയ സാലറി വാങ്ങുന്ന ആൾക്ക് ഒരു പ്രശ്നവുമില്ല. എന്താ വിഷയം? ബറക്കത്താണ്, അനുഗ്രഹമാണ്. ഈ ബറക്കത്തിനെ നമ്മൾ തേടണം. നമ്മുടെ ഹയാത്തിൽ, നമ്മുടെ ശരീരത്തിൽ ബറക്കത്ത് വേണം. നമ്മുടെ കണ്ണിന്റെ കാഴ്ചയിൽ ബറക്കത്ത് വേണം, കേൾവിയിൽ ബറക്കത്ത് വേണം, ചിന്താശേഷിയിൽ ബറക്കത്ത് വേണം, ആരോഗ്യത്തിൽ ബറക്കത്ത് വേണം, മക്കളിൽ വേണം, സമ്പത്തിൽ വേണം, കച്ചവടത്തിൽ, എല്ലാറ്റിലും ബറക്കത്ത് വേണം. ലഫതഹ്ന അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്. ആകാശഭൂമികളുടെ ബറക്കത്ത് അല്ലാഹു തുറന്നു കൊടുക്കുന്ന ഈ ബറക്കത്ത് നമുക്ക് കിട്ടണം. അതിനാണ് ചോദിക്കുന്നത്, വബറക്കത്തഹു, ഈ ദിവസത്തിന്റെ ബറക്കത്തിനെ തരണേ റബ്ബേ. വഹുദാ, അഞ്ചാമത്തത് വഹുദാഹു, ഈ ദിവസത്തിന്റെ മാർഗദർശനത്തെ തരണമേ റബ്ബേ. എന്ന് പറഞ്ഞാൽ എല്ലാ വിഷയത്തിലും ശരിയായ വഴിയിലേക്ക് നയിക്കണമേ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. അള്ളാഹു അനുഗ്രഹിച്ച അമ്പിയാക്കളുടെ, സിദ്ദീഖീങ്ങളുടെ, ശുഹദാക്കളുടെ മാർഗത്തിലേക്ക് ഞങ്ങളെ നയിക്കുകയും ഞങ്ങളെ അതിൽ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യണേ. ഇന്നത്തെ ദിവസത്തിന്റെ ഹിദായത്തിനെ നീ ഞങ്ങൾക്ക് തടയല്ലേ റബ്ബേ. ഇന്നത്തെ ദിവസത്തിന്റെ ഇൽമിനെ നീ ഞങ്ങൾക്ക് തടയല്ലേ റബ്ബേ. എല്ലാ വിഷയത്തിലും അവിടെ ഹുദ എന്ന് പറയുന്നത് ഉലമാക്കൾ പറഞ്ഞു, ദുനിയാവിലെ മാർഗങ്ങളും ആഖിറത്തിലേക്കുള്ള മാർഗങ്ങളും രണ്ടും സ്ട്രെയിറ്റ് ആണെങ്കിൽ ഒരു വിശ്വാസി വളരെ സമാധാനമുള്ള അവസ്ഥയായിരിക്കും. നിങ്ങൾ നോക്കൂ, ഒരു വ്യക്തി ഒരു യാത്ര പുറപ്പെട്ട് വഴി തെറ്റിപ്പോയാൽ തന്നെ മനുഷ്യൻ അസ്വസ്ഥനായി. വഴി തെറ്റി ലക്ഷ്യസ്ഥാനത്തെത്തിയിട്ടില്ലെങ്കിൽ മനുഷ്യൻ അസ്വസ്ഥനായി. അപ്പോൾ പിന്നെ പരലോകത്തേക്കുള്ള വഴി, സ്വർഗത്തിലേക്കുള്ള വഴി തെറ്റിപ്പോയാൽ മനുഷ്യന്റെ അവസ്ഥ എന്താണ്? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയ പോലെയാണ് സത്യനിഷേധികൾ. എങ്ങോട്ട് പോകും? ഒരു ദിശ കാണിക്കാൻ ആരുമില്ല. നിങ്ങൾ നിരീശ്വരവാദികളെയും യുക്തിവാദികളെയും അതേപോലുള്ള ആളുകളെയും നോക്കൂ. അതേപോലെ തന്നെ ഇതര മതത്തിന്റെ വക്താക്കളെ നോക്കൂ. ദൈവവിശ്വാസത്തെക്കുറിച്ച് അവർക്ക് പ്രത്യേകിച്ചൊരു കാഴ്ചപ്പാടില്ല. ഒരാൾ വന്നിട്ട് ഞാൻ ദൈവമാണെന്ന് പറഞ്ഞാൽ അതിനെ നിഷേധിക്കാൻ തെളിവില്ല, പ്രൂഫില്ല. ആർക്കും ദൈവമാകാം. ഇതര മതങ്ങളുടെ ദർശനങ്ങളുടെ പ്രത്യേകത ഏതാണ്? ഒരാൾ മരിച്ചാലും ദൈവമാക്കാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു എല്ലാ മതങ്ങളിലും. ആർക്കും എപ്പോഴും ദിവ്യത്വം ഇസ്ലാം അത് അംഗീകരിക്കുന്നില്ല. പലരും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിലും അത് ഇസ്ലാമുമായിട്ട് അതിന് ബന്ധമല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കണിശമായ ആരാണ് ദൈവം എന്ന വിഷയത്തിൽ ഒരു പരിഭ്രമമുണ്ടാവില്ല ഒരു മുസ്ലിമിന്. ഖുർആൻ തുറന്നു നോക്കിയാൽ മതി, തന്റെ റബ്ബിനെ കണ്ടെത്താൻ പിന്നെ ബഹുദൂരം സഞ്ചരിക്കേണ്ടി വരില്ല. പരലോകത്തെക്കുറിച്ച് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വിശദീകരണമാണ്. വൈരുദ്ധ്യങ്ങൾ കാണാൻ പറ്റില്ല, എവിടെയും വൈരുദ്ധ്യമില്ല. ഖുർആനും ഹദീസും തമ്മിൽ വൈരുദ്ധ്യമില്ല എന്നുള്ളതാണ്. വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹ് ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ. കല്യാണം കഴിക്കുന്നതിന് മുമ്പ്, കല്യാണം കഴിച്ചതിന് ശേഷം, ത്വലാഖ്, എല്ലാറ്റിലും നിയമങ്ങളാണ്. മക്കളെ എങ്ങനെ, മാതാപിതാക്കളോടെങ്ങനെ, അയൽവാസികളോടെങ്ങനെ, ഭരണകൂടത്തോടെങ്ങനെ, എല്ലാ വിഷയത്തിലും എന്തൊക്കെ കച്ചവടം ചെയ്യണം, എന്തൊക്കെ പാടില്ല, ഏതൊക്കെ ഭക്ഷണം കഴിക്കണം, ഏതൊക്കെ ഭക്ഷണം കഴിക്കാൻ പാടില്ല, എങ്ങനെ കഴിക്കണം, എങ്ങനെ കഴിക്കാൻ പാടില്ല, എല്ലാറ്റിലും മലമൂത്ര വിസർജന രംഗത്ത് പോലും കൃത്യമായി ഉറങ്ങുമ്പോൾ ഏത് ഭാഗത്തേക്ക് ചരിഞ്ഞു കിടക്കണം എന്നതുവരെ. അതാണ് ഹുദ. ഇതിലെല്ലാം വ്യക്തത ലഭിച്ച വേറെ ഏത് മതവിഭാഗമാണുള്ളത്? വേറെ ഏത് ദർശനമാണുള്ളത്? ഇങ്ങനെ കംപ്ലീറ്റ് പറഞ്ഞു പോയ വേറെ ഏത് വ്യക്തിത്വമാണുള്ളത്? സദഖൽ മുർസലൂൻ, അമ്പിയാക്കൾ സത്യം പറഞ്ഞിരിക്കും. ഈ മാർഗദർശനത്തെ നമ്മൾ എല്ലാ ദിവസവും റബ്ബിനോട് തേടുന്നു. പിന്നെ പറയുന്നത് വഅഊദു ബിക മിൻ ശർരി മാ ഫീഹി, ഈ ദിവസത്തിലെ എല്ലാ ഷർറുകളും എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ എന്തൊക്കെയാണോ ആവശ്യപ്പെട്ടത് അതിന്റെ ഓപ്പോസിറ്റായി ഏതെല്ലാം വിഷയങ്ങളിൽ നിലകൊള്ളുന്ന കാര്യങ്ങളുണ്ടോ അതിൽ നിന്നൊക്കെ ഞാൻ നിന്നിൽ അഭയം തേടുന്നു. വമിൻ ശർരി മാ ഖബ്ലഹു വമിൻ ശർരി മാ ബഅദഹു, ഇതിനു മുമ്പ് ഉള്ള ഷർറിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു, ശേഷമുള്ളതും. അത് കഴിഞ്ഞുപോയ ഷർറിൽ നിന്ന് എങ്ങനെ അഭയം തേടുക?
അതിൻ്റെ ആസാറുകളാണ്. നമ്മൾ ഇന്നലെ ചെയ്ത തെറ്റിന്റെ ഫലം ഇന്ന് അനുഭവിക്കേണ്ടി വരും. വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത തെറ്റിന്റെ ഫലം വരെ ഇന്ന് അനുഭവിക്കേണ്ടി വരും, അല്ലെങ്കിൽ നാളെ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ടാണ് വമിൻ ശർരി മാ ഖബ്ലഹു, ഈ ദിവസത്തിന് മുമ്പ് എന്തെല്ലാം ഷർറുകൾ എന്റെ പ്രവർത്തനങ്ങൾ കാരണവും മറ്റും ഉണ്ടാകുന്നുണ്ടോ അതിൽ നിന്നും വശർരി മാ ബഅദഹു, അതിനുശേഷവും. സമ്പൂർണമായ ദുആ ആണ്, സമ്പൂർണമായ ദുആ. അപ്പൊ ഈ ഖൈറുകളൊക്കെ തേടിയിട്ട് നമ്മൾ പറഞ്ഞു, ഖൈറൊക്കെ വിശദീകരിച്ചു. അതിന്റെ നേരെ ഓപ്പോസിറ്റാണ് ഷർറ് എന്ന് പറയുന്നത്. അത് കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യും. വഅഊദു ബിക മിൻ ശർരി മാ ഫീഹി വമിൻ ശർരി മാ ഖബ്ലഹു വശർരി മാ ബഅദഹു. ഇതാണ് രാവിലെ പറയേണ്ടത്. അപ്പോൾ വൈകുന്നേരമായാൽ എന്ത് ചെയ്യണം? ആ വേർഡിൽ ചെറിയൊരു വ്യത്യാസം. അസ്ബഹന എന്നുള്ളതിന് പകരം അംസൈന, അസ്ബഹൽ മുൽക്കു ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നതിന് പകരം അംസൽ മുൽക്കു ലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറ ഹാദൽ യൗം എന്നതിന് പകരം ഖൈറ ഹാദിഹിൽ ലൈല, ഖൈറ ഹാദിഹിൽ ലൈല വഅഊദു ബിക മിൻ ശർരി ഹാദിഹിൽ ലൈല. അതേപോലെ തന്നെ പകല് പറയുമ്പോൾ, രാവിലെ പറയുമ്പോൾ, പകലിനെ കുറിച്ച് പറയുമ്പോൾ ഫത്ഹഹു വനസ്റഹു വബറകതഹു വഹുദാഹു വനൂറഹു. എന്നാൽ രാത്രിയെ കുറിച്ചാണെങ്കിൽ ഫത്ഹഹ, ഹൂന്ന് പകരം ഹ, വനൂറഹ വനസ്റഹ വബറകതഹ വഹുദാഹ. കാരണം ലൈല എന്നുള്ളത് മുഅന്നസാണ്, അപ്പോൾ ഹ എന്നുള്ളത് ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഈ വ്യത്യാസങ്ങൾ മനസ്സിലാക്കിയാൽ മതി ഇൻഷാ അല്ലാഹ്. അങ്ങനെ രാവിലെയും വൈകുന്നേരവും മറന്നു പോകാതെ ഈ ദിക്ർ ചൊല്ലുക. ഒരുപാട് ഖൈറുകളും നന്മകളുമുള്ള ദിക്റും ദുആയുമാണിത്. മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ ആ ദിവസത്തിന്റെ നന്മകൾ, ആ രാത്രിയുടെ നന്മകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യും. ഇബാദത്തുകൾ ഭംഗിയായി നിർവഹിക്കാനും, രാത്രിയിലെ ഇബാദത്തും പകലിലെ ഇബാദത്തുകളുമൊക്കെ ഭംഗിയായി നിർവഹിക്കാൻ, ആ നിലക്ക് ദീനിന്റെ കാര്യവും അതേപോലെ കച്ചവടം, ബിസിനസ്, ജോലി കാര്യങ്ങളിലുമൊക്കെ അല്ലാഹു ബറക്കത്ത് നൽകുന്ന ഒരു ദുആണ്. അതുകൊണ്ട് രാവിലെ തന്നെ അത് ചെല്ലാൻ ശ്രമിക്കുക. പണ്ഡിതന്മാർ പറഞ്ഞ നമസ്കാരം കഴിഞ്ഞ് മറ്റ് ദിക്റുകളൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ ഇതുകൂടി ചൊല്ലുക. കാരണം എത്ര നേരത്തെ ചൊല്ലുന്നോ അത്രയും ഖൈറാണ്, എത്ര വൈകിപ്പിക്കുന്നോ അത്രയും ഖൈറിൽ വൈകലുണ്ടാകും. അപ്പൊ നേരത്തെ തന്നെ ചൊല്ലുക. വൈകുന്നേരമായാലും അങ്ങനെ തന്നെ. അസർ കഴിഞ്ഞാൽ ഉടനെ തന്നെ, രാത്രിയാവാൻ കാത്തു നിൽക്കണ്ട. ഇനി അഥവാ വിട്ടുപോയാലോ, സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് എന്ന തത്വം ഈ വിഷയത്തിലുണ്ട്. അതുകൊണ്ട് അദ്കാറുകൾ ഒരു നിശ്ചിത സമയത്ത് ചൊല്ലേണ്ട അദ്കാർ വിട്ടുപോയാൽ അതെന്ത് ചെയ്യാം? തൊട്ടടുത്ത സമയത്ത് ചൊല്ലാം. അപ്പോൾ മഗ്രിബ് വരെ മറന്നുപോയാൽ മഗ്രിബിന് ശേഷമാകാം, ഇഷ വരെ മറന്നുപോയാൽ ഇഷാന് ശേഷമാകാം, കുഴപ്പമില്ല. പക്ഷേ ഏറ്റവും അഫ്ളലായ ടൈം ഒന്ന് സുബഹി കഴിഞ്ഞ ഉടനെ, മറ്റൊന്ന് അസർ കഴിഞ്ഞ ഉടനെ ചൊല്ലാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.